പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സീസ് പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും അതിൻ്റെ പ്രത്യേകതകളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. സീസ് പ്ലാന്റ് എല്ലാ വീഡിയോകളിലും ഇപ്പോൾ തന്നെയുണ്ട്. ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു പ്ലാന്റായിരുന്നു ഇത്. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതായതുകൊണ്ട് ഇപ്പോൾ ഇത് ഇഷ്ടം പോലെ എല്ലാ വീട്ടിലും ഉണ്ട്. ഒരു തൈ കിട്ടിയാൽ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇല കിട്ടിയാൽ മതി, നമുക്കിത് ധാരാളമായിട്ട് വേറെ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ഇത് സീസ് പ്ലാന്റ് എനിക്കൊരു സീസ് പ്ലാന്റ് ഞാൻ 9 വർഷം മുമ്പ് വാങ്ങിച്ചതാണ്. അന്ന് അതിന് നല്ല വിലയൊക്കെ ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ച് വെച്ചതിന് ശേഷമാണ് പിന്നീട് അതിൻ്റെ തൈകൾ ധാരാളമായിട്ടുണ്ടായത്. അപ്പോൾ അതിൻ്റെ ഒരു തണ്ട് മുറിച്ചിട്ട് ഞാൻ വെറുതെ നിലത്ത് കുത്തിയതാണ് കേട്ടോ. ഇത് ഒരു ഷെയ്ഡിലായിരുന്നു വെച്ചിരുന്നത്. മുറ്റത്ത് ഒരു സൈഡിലായിട്ട് ഷെയ്ഡുള്ളിടത്ത് ഒരു തണ്ട് കുത്തിയതായിരുന്നു. അത് പിന്നെ അങ്ങോട്ട് ഇഷ്ടം പോലെ തൈകളായി. ഈ നിലത്ത് കുത്തിയിരുന്ന ഇതിന് വെള്ളം അധികം വീഴാത്ത സ്ഥലത്ത് വേണം കേട്ടോ, അധികം വെയിലും വേണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു ഷെയ്ഡിലായിരുന്നു. ഇതിൻ്റെ തണ്ടൊക്കെ നല്ല വലുതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനിതിനിങ്ങനെ വളമൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നന്നായിട്ട് നല്ല തണ്ടൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ ഇത് മഴ സമയമായി കഴിഞ്ഞാൽ അതിൻ്റെ അടിയിലുള്ള ബൾബ് പെട്ടെന്ന് ചീഞ്ഞു പോകും. അധികം വെള്ളമായാൽ ഇത് പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ചെടിയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇലയെടുത്തിട്ടും തണ്ടെടുത്തിട്ടും ഒക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യണേ എങ്ങനെയാണെന്നുള്ള വീഡിയോ കേട്ടോ ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരെണ്ണം നിലത്തുനിന്ന് ഒരു തണ്ട് പറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഏറ്റവും നല്ല ഒരു പ്ലാന്റാണ്. നല്ല ഭംഗിയായിട്ട് നിൽക്കും. അപ്പോൾ ഞാനിതിൻ്റെ 3 ഇല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇല കട്ട് ചെയ്യുമ്പം അതിൻ്റെ ആ ഇലയുടെ തണ്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴേക്കായിട്ട് അതിൻ്റെ ഇത്തിരി കറക്റ്റ് ആ ഇലയിലല്ല കുറച്ചുകൂടി താണ് കിട്ടണം കേട്ടോ. ആ രീതിയിൽ എടുത്തിട്ട് നമുക്കൊരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് വെറുതെ ഈ ലീഫ് ആ തണ്ട് മുക്കി അവിടെ വെച്ച് കൊടുത്താൽ മതിയാകും. ഏത് പാത്രത്തിലാണെങ്കിലും മതി. അതിന് ശേഷം നമ്മളിത് വെയിലൊന്നും അധികം ഇല്ലാത്ത വീടിനുള്ളിൽ തന്നെ വച്ചിരുന്നാൽ മതി. പിന്നെ ഇതിൻ്റെ ഈ വെള്ളം നമുക്കൊരു 2-3 ദിവസം കൂടുമ്പോൾ ഒന്ന് മാറ്റി കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. അത് അങ്ങനെ ഒരു രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ധാരാളമായിട്ട് വളർന്ന് കുറേ നാൾ എടുക്കും, എന്നാലും അതിന് വേര് വരും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു കുപ്പി കട്ട് ചെയ്തിട്ട് അതിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ 3 ഹോളിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഈ ലീഫ് ആ ഹോളിൽ കൂടി പയ്യെ ഇറക്കിയിട്ട് ഇത് ലീഫ് വെക്കാനുള്ള എളുപ്പവും നമുക്ക് വെള്ളം മാറ്റാനുള്ള എളുപ്പത്തിനുമൊക്കെ ഈ രീതിയിൽ നമുക്ക് വെക്കാം കേട്ടോ. വെറുതെ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചാലും മതി. പക്ഷേ ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ചുകൂടി നമുക്ക് വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനൊക്കെ എളുപ്പമുണ്ട്. അതിന് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് ആണെങ്കിലും മതി. എന്നിട്ട് അതിനുള്ളിലേക്ക് ഇതുപോലെ ചെറിയ നമ്മൾ ഫുഡൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ അടപ്പുള്ള പാത്രം, അതിലൊരു 3 ഹോളിട്ട് കൊടുത്തതാണ്. എന്നിട്ട് അതിലേക്ക് ഇല വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ തണ്ട് മാത്രം വെള്ളത്തിൽ മുങ്ങി നിൽക്കാൻ പാകത്തിന് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ഈസി ആയിട്ട് വെള്ളം ഇതിനും ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ തണ്ട് നമുക്ക് വെള്ളത്തിൽ വെച്ച് കൊടുക്കാം. ഇത് ഞാൻ പുറത്ത് നട്ടിരുന്നതിനകത്തുനിന്ന് ഒരു 2 തണ്ട് കട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വീണ്ടും വേര് വന്ന് നന്നായിട്ട് ഇഷ്ടംപോലെ ചെടികൾ ഉണ്ടാക്കാൻ പറ്റും. അതിനും ഒരു കുപ്പിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ തണ്ട് നമുക്കതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതും അതുപോലെ തന്നെ 2-3 ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റി കൊടുക്കണം. കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് എന്നിട്ട് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. വീണ്ടും മറ്റൊരു രീതിയിൽ അതുപോലെ ഒരു ചെറിയ കുപ്പിയോ ബൗളോ എന്തെങ്കിലും എടുത്തിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ ഒരു തണ്ട് മുറിച്ചിട്ട് അതിൻ്റെ ടോപ്പിൽ നിന്നുള്ള ആ 2 ഇല കൂടിയിട്ടുള്ള ആ ഭാഗം അതിൻ്റെ തണ്ടോടുകൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ഇതുപോലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിത് വേര് പിടിപ്പിക്കാൻ പറ്റും. ഇത് ഞാനൊരു രീതിയിൽ ഉള്ള മെത്തേഡ് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇത് ഈ 9 വർഷം കൊണ്ട് തന്നെ എല്ലാം ഇതുപോലെ തന്നെ ഓരോ സൈസിലും നട്ട് വളർത്തി ഒത്തിരി ചെടികൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറേ ആളുകൾക്കൊക്കെ അത് ഫ്രീ ആയിട്ട് തന്നെ കൊടുത്തിട്ടോ. അങ്ങനെ എടുത്തതാണേ. അതൊരു മെത്തേഡ്. വീണ്ടും ഞാനിത് നമുക്ക് ലീഫ് വെറുതെ മണ്ണിൽ കുത്തി വെക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെടി നടുന്ന പോലെ തന്നെ മണ്ണിൽ ഞാനിത് കുത്തി വെച്ചതായിരുന്നു. ഇത് എടുക്കേണ്ട സമയം കഴിഞ്ഞു പോയായിരുന്നേ. വേര് വന്നപ്പോൾ തന്നെ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇലയിൽ വേര് നിൽക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല കേട്ടോ.
വേര് വന്നതിന് ശേഷം അതിൻ്റെ അടിഭാഗം ബൾബ് പോലെ ഇരിക്കുന്നതാണ് അതിൻ്റെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. അവിടെ നിന്ന് കൂടി അതും കൂടി വന്ന് വളർന്നു കഴിയുമ്പോഴാണ് കറക്റ്റായിട്ട് അതെടുത്ത് നമുക്ക് മാറ്റി നടാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ രണ്ടില രണ്ടില കേട്ടോ, 3-4 ഇല കുത്തിയതാണ്. അതിൽ 2 എണ്ണം പിടിച്ചുള്ളൂ. ബാക്കിയൊക്കെ മഴ നനഞ്ഞപ്പോൾ പോയതാണ്. ഇതിപ്പോൾ ഈ രീതിയിൽ അത് നന്നായിട്ട് 3-4 ഇല വന്നിട്ടുണ്ട്. അടിയിൽ നല്ല ബൾബ് പോലെ വരും. ഇത് വീണ്ടും ഞാൻ തണ്ട് നട്ടതാണ് കേട്ടോ. തണ്ട് ചുമ്മാ കട്ട് ചെയ്ത് എടുത്തതിന് കുറേ തണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ചുമ്മാ ഒന്ന് ഒരു ഇതിൽ കുത്തി വെച്ചു. ഇതിനകത്ത് ഒരു ഇലയും കൂടി കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതും ഈ പറഞ്ഞ പോലെ ഇല അതിൽ പിടിച്ചു. അതിന് വേരും വന്നിട്ട് അതിൻ്റെ അടിയിലേക്കൊക്കെ നന്നായിട്ട് തൈയായിട്ടത് വളർന്നു വന്നിട്ടുണ്ട്. ഇല പക്ഷേ അത് ഇപ്പോഴും പോയിട്ടില്ല. ഇല അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, ഉണങ്ങിയിട്ടൊന്നുമില്ല. അതിൻ്റെ അടിയിൽ വേരും തൈയും വന്നു. അതിൻ്റെ കുറേ തൈകൾ അങ്ങനെ വന്നതാണ്. ഇതിപ്പോൾ ഞാൻ ഒരു സീസ് പ്ലാന്റ് ആ മണ്ടിൽ നിൽക്കുന്നത് പറിച്ചെടുക്കുകയാണ് കേട്ടോ. കാരണം അതെന്നു വെച്ചാൽ അവിടെ ഇപ്പം മഴക്കാലമായപ്പം നന്നായിട്ട് വെള്ളം ഒഴുകി വരുന്നുണ്ട്. അപ്പം അതിൻ്റെ അടിയിലുള്ള ബൾബൊക്കെ ചീഞ്ഞു തുടങ്ങി. ഇപ്പോൾ ചീഞ്ഞ് പോയ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് കളഞ്ഞിട്ട് അത് വീണ്ടും ഞാനൊരു ചട്ടിയിലേക്ക് നട്ടിട്ട് ഇൻഡോർ പ്ലാന്റായിട്ട് വെക്കാനാണല്ലോ ഏറ്റവും നല്ലത്. കാരണം ഇതിനധികം വെയിലൊന്നും വേണ്ട, സൂര്യപ്രകാശം വേണമെന്ന് നിർബന്ധമില്ല. വെള്ളമാണെങ്കിൽ നമുക്ക് വളരെ കുറച്ച് മതിയാകും. വെള്ളമൊക്കെ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഞാനിന്ന് പറിച്ച് നടുവാണ്. പോട്ടി മിക്സ് എങ്ങനെ തയ്യാറാക്കുന്നതെന്നും കൂടി നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഇതിൻ്റെ ബൾബൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല വലിയ തണ്ടോട് കൂടിയാണ് അത് വളർന്നു വന്നിരിക്കുന്നത്. ഇനി ഇത് ഇൻഡോറായിട്ട് നടാൻ വേണ്ടിയിട്ട് ഞാനൊരു വൈറ്റ് പോട്ടും അതിനുള്ളിൽ വെക്കാനായിട്ട് വേറൊരു പോട്ടും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പോട്ടി മിക്സ് റെഡിയാക്കുന്നതാണ്. ഞാൻ മണ്ണ് അധികം എടുത്തിട്ടില്ല കേട്ടോ, മണലാണ് അധികം എടുത്തേക്കണം. മണലും ചാണകപ്പൊടി എല്ലുപൊടി ഒക്കെ കുറേശ്ശെ ഇട്ടിട്ട് കുറച്ച് ചകിരിച്ചോറും ഇട്ടിട്ടുണ്ട്. എല്ലാം വളരെ കുറേശ്ശെ ഇട്ട് ഒരു പൊട്ടി മിക്സ് റെഡിയാക്കി നേരത്തെ വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഞാൻ അടീനിയൊക്കെ നടാൻ വേണ്ടിയിട്ടാണ് ഇത് റെഡിയാക്കി വെച്ചിരുന്നതാണ്. അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉമ്മിയാണ് കേട്ടോ. ഉമ്മി അധികം വെള്ളം പിടിച്ച് നിൽക്കാതെ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഉമ്മി. അപ്പോൾ ഉമ്മിയാണ് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉമ്മി ഇട്ട് കൊടുത്ത് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് പോട്ട് മിക്സ് ഈ ബക്കറ്റിലേക്ക് ചെറിയ ഈ പോട്ടിലേക്ക് നിറച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു വൈറ്റ് പോട്ട് എടുത്തിട്ട് അതിനുള്ളിലേക്ക് ഒരു ബ്ലാക്ക് പോട്ട് പെയിൻ്റ് അടിച്ചെടുത്താണ് കേട്ടോ. വൈറ്റ് പെയിൻ്റൊക്കെ അടിച്ച് അതിനുള്ളിൽ ഇറക്കി വെക്കാൻ വേണ്ടി. ഇത് നല്ലപോലെ ഹോളൊക്കെ ഇട്ടിട്ടുണ്ട്. ഏത് ചെടികൾ നടുവാണെങ്കിലും നന്നായിട്ട് ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ, വെള്ളം പുറത്തേക്ക് പോകാൻ. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ തെർമോക്കോളാണ് ഇട്ട് കുറച്ച് അതിനുള്ളിലേക്ക് ആദ്യം തെർമോക്കോൾ ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് കുറച്ച് മെറ്റലിട്ട് കൊടുക്കാം, ഓടിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുക്കുന്നത് വെള്ളം തങ്ങി നിൽക്കാതെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് സീസ് പ്ലാന്റൊക്കെ ആകുമ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ ആവശ്യം അതിൽ കെട്ടി നിൽക്കുകയേ പാടില്ല, ജസ്റ്റ് നനഞ്ഞു പോയാൽ മതി. അപ്പോൾ അതനുസരിച്ച് വെള്ളം നമുക്ക് ആഴ്ചയിൽ ഒരിക്കലൊക്കെ നോക്കിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം ഇനി നമുക്ക് ഞാനതിൽ അടിയിൽ എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പോട്ടി മിക്സ് അതിലേക്ക് നിറയ്ക്കാം. 3/4 ഭാഗം പോട്ടി മിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തൈ ഇതിലേക്ക് എടുത്ത് വെച്ച് കൊടുത്തിട്ട് മുകളിലേക്ക് വീണ്ടും മണ്ണിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നോക്കിക്കാൻ എല്ലാം കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ബൾബൊക്കെ നല്ല മുഴുത്തതായിട്ടുണ്ട്, തണ്ടും നല്ല മുഴുപ്പുള്ളതാണ് കേട്ടോ. സീസ് പ്ലാന്റ് നമ്മൾ നട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് വീടിനുള്ളിലൊക്കെ എടുത്ത് വയ്ക്കാം കേട്ടോ. വീടിനുള്ളിൽ വെക്കുന്നതാണ് ഇതിനെപ്പോഴും ഭംഗി കൂടുതൽ. ഇതിൻ്റെ ഈ മഴയൊക്കെ പെയ്ത് നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഇലയിലൊന്നും ചെളിയൊന്നുമില്ല, നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനിത് വീടിനുള്ളിൽ വെച്ചിരിക്കുന്നതാണ്. ഞാനെല്ലാം തന്നെ ഇപ്പോൾ വീടിനുള്ളിലേക്ക് ആണ് വെക്കുന്നത്. കുറച്ച് പുറത്തും ഇരിപ്പുണ്ട്. പുറത്ത് മീൻസ് വരാന്തയിലൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അധികം വെയിലേറൊന്നും അടിക്കില്ല. വെയിലടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ മഞ്ഞച്ച് പോകും. പിന്നെ വെള്ളം കൂടിപ്പോയാലും മഞ്ഞച്ച് പോകും, ചീഞ്ഞും പോകും. അപ്പോൾ ഇതിന് നമ്മൾക്ക് ഈ വീടിനുള്ളിൽ വയ്ക്കുമ്പോൾ നമ്മളിതിന് അതിൻ്റെ ആ ഇലയിലൊക്കെ ഒന്ന് ഇച്ചിരി വേപ്പെണ്ണ തൂത്ത് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊടി ഉണ്ടാവുമല്ലോ, വീടിനുള്ളിലാണെങ്കിലും പൊടി കാണും ഇലയിൽ. ആ ഇലയിലെ പൊടിയൊക്കെ ഒന്ന് തൂത്ത് കളഞ്ഞതിന് ശേഷം ഈ എണ്ണയൊന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗ്ലൈസിങ്ങിൽ നമ്മുടെ ഇല വീടിനുള്ളിൽ നിൽക്കും. ഇപ്പോൾ ഈ വേപ്പെണ്ണ ആയതുകൊണ്ട് ചെടിക്ക് വേറെ ദോഷങ്ങളൊന്നുമില്ല.
പുഴുക്കളൊന്നും പിടിക്കുകയൊന്നുമില്ലല്ലോ, വേപ്പെണ്ണ ആയതുകൊണ്ട്. അപ്പോൾ ഈ എണ്ണ തന്നെ തൂക്കണമെന്നില്ല, അതിൻ്റെ കൂടെ ഇത്തിരി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് തൂത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് അങ്ങനെ തന്നെ തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് ചെളിയൊക്കെ കൊണ്ട് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊരു തുണി കൊണ്ട് നനച്ച് തൂത്ത് കൊടുത്താലും മതി. അങ്ങനെ നിന്നാലും അത് ഭംഗിയാണ്. പിന്നെ ഈ എണ്ണ നിങ്ങൾ തൂത്ത് കൊടുക്കുമ്പോൾ കൂടുതൽ നല്ലൊരു ഗ്ലേസിങ്ങിൽ ചെടി വീടിനുള്ളിൽ നിൽക്കുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. ഇതൊക്കെയാണ് സീസ് പ്ലാന്റിൻ്റെ വിശേഷങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സീസ് പ്ലാന്റ് ഉള്ളവർ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെ വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും. പുതിയൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെയും താങ്ക് യു.